ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ തയ്യാറാക്കിയെടുക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ മഞ്ചൂരിയനാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഐറ്റമാണിത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിൽ വേണം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ. 1/2 കിലോ ചിക്കൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊന്ന് നല്ലവണ്ണം ഡ്രെയിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് ഏകദേശം ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ ചെയ്യേണ്ട ഓയിൽ ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ നല്ലവണ്ണം കുക്ക് ചെയ്തെടുക്കാം. 2 വശവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. നമുക്ക് ഇതിന് വേണ്ട സോസ് മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലോട്ട് നമുക്ക് 4 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഇനി കുരുമുളക് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളകും ചേർത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കി നമുക്കിതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ കൂടി റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ചിക്കൻ മഞ്ചൂരിയൻ തയ്യാറാക്കി തുടങ്ങാം. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് തന്നെ 1-2 ടേബിൾ സ്പൂണോളം പാനിലെടുത്ത് ബാക്കിയുള്ളത് മാറ്റാം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്കൊന്ന് നല്ലവണ്ണം എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്ക് സവാളയും ക്യാപ്സിക്കവും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സോസ് നല്ലവണ്ണം തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസിലുള്ള സവാള സ്ക്വയറായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ക്യാപ്സിക്കം കൂടി സ്ക്വയറായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം.
ഇത് ചേർത്ത് നമുക്കൊരു 1 മിനിറ്റോളം സോട്ട് ചെയ്തെടുക്കാം. അധിക നേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം വെള്ളം ചേർത്തൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ട് 2 പിഞ്ച് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ മഞ്ചൂരിയന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സവാള മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ഒഴിച്ച് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 1 മിനിറ്റോളം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി ചിക്കൻ മഞ്ചൂരിയൻ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽ പൊറോട്ടയാണ്. ഇത് രണ്ടും കൂടി നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.